കാസർഗോഡ് വൻ കവർച്ച. വീട്ടുകാർ പുറത്തുപോയ സമയം വാതിൽ കുത്തി തുറന്ന് 30 പവൻ സ്വർണ്ണമാണ് കവർന്നത്. ആഭരണക്കുട്ടങ്ങൾക്കിടയിൽ മുക്കുപണ്ടം ഉണ്ടായിരുന്നെങ്കിലും അത് കൃത്യമായി മാറ്റിവെച്ച് സ്വർണം മാത്രം കൊണ്ടാണ് മോഷ്ടാവ് കടന്നുകളഞ്ഞത്. മോഷ്ടാവിനായി പോലീസ് അന്വേഷണം തുടങ്ങി. കാസർഗോഡ് ചന്തേരയിലാണ് വൻ മോഷണം നടന്നത്. കാട്ടൂർ സിദ്ദിഖ് ഹാജിയുടെ വീട്ടിലെ വാതിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് കുത്തി തുറന്നാണ് കവർച്ച നടത്തിയത്. വീട്ടുടമസ്ഥനായ സിദ്ദിഖ് ഹാജി ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി സൗദിയിലാണ്. ഭാര്യയും മക്കളും മരുമക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ടോടെ സിദ്ദിഖ് ഹാജിയുടെ ഭാര്യ ഖദീജ വീട്ടുകാരോടൊപ്പം പെരുന്നാളിന് വസ്ത്രങ്ങൾ വാങ്ങാനായി പയ്യന്നൂരിലേക്ക് പോയതായിരുന്നു. രാത്രി 10 മണിയോടെയാണ് തിരിച്ച് വീട്ടിലെത്തിയത്. വീടിന്റെ വാതിൽ കുത്തി തുറന്ന നിലയിലായിരുന്നു. സിദ്ദിഖ് ഹാജിയുടെ മരുമകൾ ജുസിലയുടെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മാലയും വളകളുമടക്കം 30 പവന്റെ സ്വർണ്ണമാണ് കവർന്നത്. കൗതുകമെന്തെന്നാൽ സ്വർണ്ണാഭരണങ്ങളും മുക്കുപണ്ടങ്ങളും ഒന്നിച്ചായിരുന്നു അലമാരയിൽ വെച്ചിരുന്നത്. എന്നാൽ മുക്കുപണ്ടം കൃത്യമായി മാറ്റിവെച്ച് സ്വർണം മാത്രമാണ് മോഷ്ടാവ് കൊണ്ടുപോയത്. ഇത്ര കൃത്യമായി സ്വർണ്ണാഭരണങ്ങൾ മാത്രം എങ്ങനെ തിരഞ്ഞുപിടിച്ചു എന്ന ചോദ്യത്തിന് മോഷ്ടാവിലേക്കുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വീടിനെയും വീട്ടുകാരെയും കുറിച്ച് കൃത്യമായ വിവരം ഉള്ളവരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് നിഗമനം. സമീപത്ത് നിരവധി വീടുകളുണ്ടെങ്കിലും ഒരു വലിയ ചുറ്റുമതിലിന് ഉള്ളിലാണ് വീട്. അതുകൊണ്ട് തന്നെ വീട് കുത്തിത്തുറക്കുന്നത് അടക്കം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വൈകിട്ട് 6-നും 9:30-ക്കും ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നതെന്നാണ് സംശയിക്കുന്നത്. കനത്ത മഴയും മോഷ്ടാവിന് അനുകൂലമായി. ശബ്ദമൊന്നും പുറത്തു കേട്ടുമില്ല. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 24 കാസർഗോഡ്.